എങ്ങനെയാണ് നമുക്ക് വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുന്നത്? ദൈവികമായ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തിൻ്റെ വഴിയെ നടക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ പെരുന്നാളിൽ സംബന്ധിക്കുവാനായിട്ട് ഞാനും നിങ്ങളും കടന്നു വരുമ്പോൾ ഒരു നിരപ്പിൻ്റെ അനുഭവത്തിലായിരിക്കണം നാം ദൈവാലയത്തിലേക്ക് കടന്നു വരേണ്ടുന്നത്. എന്നാൽ ഇന്നത്തെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും കലഹത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അസൂയയുടെയും പകയുടെയും വെറുപ്പിൻ്റെയും എല്ലാം വിത്തുകളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ടാണ് നാം ദൈവാലയത്തിലേക്ക് പലപ്പോഴും കടന്നു വരുന്നത്. എന്നാൽ അതിലൊരു മാറ്റം വരണം. പ്രിയമുള്ളവരെ, പെരുന്നാളിൻ്റെ നാളുകളിൽ ഞാനും നിങ്ങളും വിദ്വേഷത്തിൻ്റെയോ കലഹത്തിൻ്റെയോ അസൂയയുടെയോ അഹങ്കാരത്തിൻ്റെയോ വിത്തുകൾ പേറി ഈ പരിശുദ്ധ ദൈവാലയത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ പെരുന്നാളിൻ്റെ നാളുകളിൽ മാറ്റേണ്ടുന്ന കാര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ചേർക്കേണ്ട